ബീഹാറിലേക്ക് പോവുകയാണെങ്കിൽ ബീഹാറിൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇനി വോട്ടെണ്ണലാണ് ബാക്കിയുള്ളത്. ബീഹാറിൽ എക്സിറ്റ് പോൾ റിസൾട്ടുകൾ വരുമ്പോൾ പ്രതീക്ഷ അർപ്പിക്കുകയാണ് NDA. 140 മുതൽ 150 സീറ്റുകൾ വരെ നേടി NDA അധികാരത്തിൽ തുടരുമെന്നാണ് ന്യൂസ് 18 മെഗാ എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. 85 മുതൽ 95 സീറ്റ് വരെ മാത്രമേ മഹാസഖ്യത്തിന് നേടാനാകൂവെന്നാണ് പ്രവചനം. JDU ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറും. അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി മഹാസഖ്യം രംഗത്തെത്തി. 67% പോളിംഗ്. ഇത് റെക്കോർഡാണ്. രാകേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, NDA തന്നെ ഭരണത്തിൽ തുടരുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതെ അനുശ്രീ, NDAക്ക് ഭരണ തുടർച്ചയാണ് എക്സിറ്റ് പോളുകൾ നൽകുന്നത്. കാരണം 9 എക്സിറ്റ് പോളുകൾ അതെല്ലാം തന്നെ NDA വീണ്ടും ബീഹാറിൽ അധികാരത്തിൽ വരും. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ NDA അധികാരത്തിൽ വരുമെന്ന പ്രവചനമാണ് നടത്തിയിരിക്കുന്നത്. ന്യൂസ് 18 മെഗാ എക്സിറ്റ് പോളുകൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 140 മുതൽ 150 വരെ സീറ്റുകൾ NDA സഖ്യം നേടും. അതായത് 243 ആണ് നിയമസഭയുടെ അംഗബലം. അതിൽ 140 മുതൽ 150 സീറ്റുകൾ വരെ നേടുമെന്ന് പറയുമ്പോൾ വലിയ വിജയം നേടും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ JDU ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും. 60 മുതൽ 70 സീറ്റുകൾ വരെ JDU നേടും എന്നാണ് പ്രവചനം. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ JDU വലിയ തിരിച്ചടി നേരിട്ടതാണ്. BJP 74 സീറ്റ് നേടിയപ്പോൾ JDU 43 സീറ്റിൽ ഒതുങ്ങി. എന്നിട്ടും നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകട്ടെ എന്ന നിലപാടാണ് BJP അന്ന് കൈക്കൊണ്ടത്. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല സാഹചര്യം. നിതീഷ് കുമാറിനെ ആദ്യം BJP പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ നിതീഷിന്റെ ജനസമിതിയൊക്കെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് BJP കടന്നത്. ഏതായാലും JDU തിരിച്ചു വരും എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 60 മുതൽ 70 സീറ്റുകൾ വരെ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിലേക്ക് JDU മാറുകയാണ്. BJPക്ക് 65 സീറ്റാണ് പരമാവധി പറയുന്നത്. ന്യൂസ് 18 മെഗാ എക്സിറ്റ് പോൾ 55 മുതൽ 65 സീറ്റ് വരെയാണ് BJPക്ക് ലഭിക്കുക. പക്ഷെ അത് കഴിഞ്ഞ തവണത്തെ നോക്കുമ്പോൾ ആ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്. പക്ഷേ BJP ഇത്തവണ JDU മത്സരിച്ച സീറ്റുകളുടെ എണ്ണത്തിലും കുറവാണ്. കാരണം LJP ആ മുന്നണിയിലേക്ക് വന്നു. അപ്പോൾ സ്വാഭാവികമായും മത്സരിച്ച സീറ്റുകളുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ സഖ്യത്തിൽ RJDക്ക് തിരിച്ചടി ഉണ്ടാകുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആകെ മൊത്തം കണക്കുകൾ ഇന്ത്യ സഖ്യത്തിന് നോക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യം 85 മുതൽ 95 വരെ സീറ്റുകളാണ് പരമാവധി നേടുക. അത് കഴിഞ്ഞ തവണത്തെ നോക്കുമ്പോൾ ഏതാണ്ട് 15 സീറ്റുകളുടെ കുറവ് ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ RJDക്ക് ആ തിരിച്ചടി RJDയുടെ കണക്കുകളിലും പ്രകടമാണ്. 50 മുതൽ 60 സീറ്റ് വരെയാണ് പരമാവധി RJDക്ക് നേടാൻ സാധിക്കുക. കഴിഞ്ഞ തവണ ഭരണം കിട്ടിയില്ല. പക്ഷേ നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി RJDക്ക് മാറാൻ കഴിഞ്ഞിരുന്നു. അവർ 75 സീറ്റുകൾ നേടിയിരുന്നു. പക്ഷേ ഇത്തവണ അത് 60 സീറ്റ് വരെയാണ് പരമാവധി നേടുക. കോൺഗ്രസ് കഴിഞ്ഞ തവണ 19 സീറ്റുകളിലാണ് വിജയിച്ചത്. 70 സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചത്. ഈ മുന്നണിയിലെ തന്നെ ഏറ്റവും മോശം പ്രകടനം കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെതായിരുന്നു. അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രകടനം, വലിയ പുരോഗതി കോൺഗ്രസിൻ്റെ പ്രകടനത്തിൽ ഉണ്ടാകില്ല എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 15 മുതൽ 20 സീറ്റുകൾ വരെ കോൺഗ്രസ് ഒതുങ്ങുമ്പോൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ഇഫക്റ്റ് ബീഹാറിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം രാഹുൽ ഗാന്ധി വോട്ടർ അധികാര യാത്ര നടത്തിയ സംസ്ഥാനമാണ് ബീഹാർ. അങ്ങനെ വലിയ യാത്ര, ഏതാണ്ട് 2 ആഴ്ചയിലധികം നീണ്ടുവന്ന യാത്ര, 1300 കിലോമീറ്റർ രാഹുൽ ഗാന്ധി സഞ്ചരിച്ചതാണ്. പക്ഷേ ഈ കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ ആ യാത്രയ്ക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ ബീഹാറിൽ സാധിച്ചിട്ടില്ല. കോൺഗ്രസിന് മാത്രമല്ല മുന്നണിക്കും കോൺഗ്രസിനും വലിയ പ്രകടനത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇടത് പാർട്ടികൾ 10 മുതൽ 15 വരെ സീറ്റുകൾ നേടും എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ ഇടതു പാർട്ടികളുടെ പ്രകടനം 16 സീറ്റായിരുന്നു. അത് 10 മുതൽ 15 സീറ്റ് വരെ ഇത്തവണയും നേടും എന്നുകൂടി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ബീഹാർ രാഷ്ട്രീയം അത് 2 മുന്നണികൾ തമ്മിൽ നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് കുറച്ച് കാലങ്ങളായി. പ്രത്യേകിച്ച് മഹാസഖ്യം, RJD നേതൃത്വം നൽകുന്ന മഹാസഖ്യം, മറുവശത്ത് JDUവും BJP നേതൃത്വം കൊടുക്കുന്ന NDA. അവിടേക്കാണ് ജൻസുരാജ് എന്ന് പറയുന്ന പുതിയ പാർട്ടിയുമായി പ്രശാന്ത് കിഷോർ, രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്ന പ്രശാന്ത് കിഷോർ രംഗപ്രവേശം ചെയ്തത്. ഏതാണ്ട് 1 വർഷം മുമ്പ് തന്നെ അദ്ദേഹം പ്രവർത്തനമൊക്കെ തന്നെ ആരംഭിച്ചിരുന്നു. പക്ഷേ ആ പാർട്ടിക്കും വലിയ സ്വാധീനം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പരമാവധി 5 സീറ്റുകൾ വരെ ലഭിക്കാം. സീറ്റുകൾ ലഭിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ഇതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇനി അറിയേണ്ടത് ജൻസുരാജ് പാർട്ടി ഏതെങ്കിലും തരത്തിൽ വോട്ട് കട്ടറായി മാറുമോ, ചില മണ്ഡലങ്ങളിലെങ്കിലും ജയപരാജയങ്ങൾ നിശ്ചയിക്കാൻ
പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് സാധിക്കുമോ എന്നാണ് ഈ കണക്കുകൾ നോക്കേണ്ടത്. ഏതായാലും വലിയ പ്രതീക്ഷ NDA ക്യാമ്പ് പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി വന്നതോടുകൂടി അവരുടെ ആത്മവിശ്വാസം ഇരട്ടിച്ചിരിക്കുകയാണ്. വീണ്ടും അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷ. മറുവശത്ത് മഹാസഖ്യം ഇതിനെല്ലാം തള്ളിക്കളയുകയാണ്. യഥാർത്ഥ റിസൾട്ട് വരുമ്പോൾ ഇതായിരിക്കില്ല, കാത്തിരുന്ന് കാണാം എന്ന പ്രതികരണമാണ് ഇപ്പോൾ മഹാസഖ്യത്തിന്റെ നേതാക്കളുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. ഏതായാലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ബീഹാറിൽ വലിയ പങ്കാളിത്തം വോട്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുകൂടി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് 67% പോളിംഗ് ബീഹാറിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് റെക്കോർഡാണ്. കാരണം കഴിഞ്ഞ 2000-ലാണ് ഇതിനു മുമ്പ് ഏറ്റവും വലിയ പോളിംഗ് രേഖപ്പെടുത്തിയത്. അന്ന് 62.6 ആയിരുന്നു. മൊത്തം തെരഞ്ഞെടുപ്പുകളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് 98-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 64% രേഖപ്പെടുത്തിയതായിരുന്നു ഏറ്റവും ഉയർന്ന പോളിംഗ്. അത് വെച്ച് നോക്കുമ്പോൾ വലിയ പങ്കാളിത്തം ഇത്തവണ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. കഴിഞ്ഞ തവണത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് 10% വർധനവ് ബീഹാറിൽ ഇത്തവണ പോളിംഗിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ തന്നെ സ്ത്രീകളുടെ പങ്കാളിത്തം ഏതാണ്ട് 71% വോട്ട് ചെയ്തത് സ്ത്രീകളാണ്. പുരുഷന്മാർ 62% വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് കമ്മീഷന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അനുശ്രീ രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ NDA തന്നെ അധികാരത്തിൽ തുടരുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഇനി മറ്റന്നാൾ അറിയാം ബീഹാർ ആർക്കൊപ്പമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ.